എല്ലാവർക്കും ടേസ്റ്റി ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഞാൻ അനു ശ്രീനാഥ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പനീർ റെസിപ്പിയാണ്, കടായി പനീർ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കടായി പനീർ ഉണ്ടാക്കുന്നതെന്ന്. 400 ഗ്രാം പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിൽ 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവോള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരത്തോളം ഇത് സോട്ട് ചെയ്തെടുക്കുക. കളർ മാറി മെല്ലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. 400 ഗ്രാം പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഇത് 2-3 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിലിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാടിട്ട് ഇളക്കരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകും. സോഫ്റ്റ് ആയിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാലപ്പൊടി റെഡിയാക്കുന്നതിനായിട്ട് ഒരു കടായി വെച്ചിട്ട് അതിൽ നമുക്ക് മസാലയെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 4 ഗ്രാമ്പൂ, 2 ബേ ലീഫ്, 1 ടീസ്പൂൺ ജീരകം, കാശ്മീരി ചില്ലി 4 എണ്ണം. ഇത് 2 മിനിറ്റ് ഇളക്കി നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ച് ഇത് തണുത്തിട്ട് പൊടിച്ചെടുക്കണം. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 5-6 വെളുത്തുള്ളി കീറിയിട്ടതും ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചിട്ടതും ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്ത് നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞ് 2 സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ടും സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 3 ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതും 5-6 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് അതേ കടായി തന്നെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഒണിയൻ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം ഇത് ടൊമാറ്റോ ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മേളിലോട്ടൊക്കെ തെറിക്കുമായിരിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഇളക്കി വഴറ്റി ഡ്രൈ ആക്കി എടുക്കണം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല പൗഡറിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്തപ്പോൾ അതിൽ കാശ്മീരി മുളകും പിന്നെ കുരുമുളകും ചേർത്തിരുന്നു. ഇപ്പം കാശ്മീരി മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ക്യാപ്സിക്കവും ഒണിയനും ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് വേവട്ടെ. ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം.
ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീറാണിത്. 400 ഗ്രാം പനീറുണ്ട്. ഇനി ഇത് ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 1-2 സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മെത്തി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൈകൊണ്ട് പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നാൻ, റൊട്ടി, ഫ്രൈഡ് റൈസ്, പുലാവോ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കല്ലേ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.